1 കോടി അടിച്ച ഭാഗ്യമാണ്. പക്ഷേ അനൂപിനെ പോലെ ഒരു മണി സാർ എന്റെ വീട് ഏറ്റുമാനൂർ അടുത്ത് ഏതഗിരി എന്ന് പറയും. അടിച്ചത് 2016 ഓഗസ്റ്റ് മാസം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് സങ്കടമുണ്ട്, കാര്യമുണ്ട്. കാരണം അനൂപിനെ പോലെ ഒരു മണി പ്ലാനിങ് എനിക്ക് ഇല്ലാണ്ടായി പോയി, ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലായി പോയി. കുഴപ്പം കൊണ്ട് പൈസ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് 63 രൂപ കിട്ടി. വേറൊരു കുഴപ്പമുണ്ട് സാറേ, എന്നെ പോലെ ഒരു ചെറിയ എന്താ ആർദ്രമായ ഹൃദയവും മറ്റുള്ളവർക്ക് കൂടിപ്പോയി, അതാണ് പറ്റിപ്പോയി. കാരണം ചോദിച്ചു വരുന്നവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് കൊടുത്തു. ആ സമയത്തും ഞാനൊരു ആക്ച്വലി സോഷ്യൽ വർക്കർ ആയിരുന്നു ആ സമയത്ത്. അതായത് കോട്ടയം ടൗണിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം നാട്ടകത്ത് പഠിപ്പിക്കുന്നത്. ഞാൻ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിലൂടെ അതെ അല്ലല്ല ആ സമയത്ത് എനിക്ക് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ എനിക്ക് ലോട്ടറി എടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ലോട്ടറി എടുക്കുന്നത്. ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോൾ ഒരു കാലം വയ്യാത്തൊരു ഒരു അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് ഭിക്ഷ യാചിക്കാൻ കഴിയാഞ്ഞിട്ടാണ്, ഒരു ലോട്ടറി സഹായിക്കാൻ പറഞ്ഞു. ഞാൻ ഇല്ല അച്ഛൻ ഞാൻ എടുക്കാറില്ല. എന്നോട് പറഞ്ഞു, ഇത് അദ്ദേഹം പറഞ്ഞ ബാക്കി ഇതാണ്, എനിക്ക് ഭിക്ഷ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ അന്ന് 20 രൂപ മറ്റാണ് ലോട്ടറിയുടെ റേറ്റ് തോന്നുന്നു. ഞാൻ 20 രൂപ കൊടുത്തൊരു ലോട്ടറി വാങ്ങി. എനിക്കത് നോക്കാൻ പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇട്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം വന്നപ്പോഴാണ് ഞാൻ എന്റെ കാര്യം അറിയുന്നത്. അപ്പൊ എനിക്ക് ഈ ലോട്ടറി നോക്കണം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഞാൻ എടുത്തു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ലാസ്റ്റത്തെ 4 അക്കം ഒരു 5000 സെയിം ആണ്. അപ്പൊ ഞാൻ ഒരാൾ വിളിച്ച് ചോദിച്ചു, 5000 അടിച്ചെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. 5000 കാരണം എനിക്ക് അറിയില്ല സാർ. കാരണം ഞാൻ 20 രൂപ മുടക്കി പിറ്റേ ദിവസം എനിക്ക് 5000 രൂപ കിട്ടുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ കുറേ പേരെഴുതി വെച്ചു. എനിക്കറിയില്ല അതിന്റെ പറയും പേരെഴുതാന്നുള്ളത്. ഈ ചെറിയ ഇതൊക്കെ കടയിൽ കൊണ്ട് കൊടുത്താൽ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിന്റെ പറയില്ല എന്റെ പേരും അഡ്രസ് എല്ലാം എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് ഞാൻ അടുത്ത് കടയിൽ കൊണ്ട് കൊടുത്ത് പറഞ്ഞു, ഇത് അല്ല പുള്ളി എനിക്ക് പൈസ തന്നു. ആക്ച്വലി 4800 തന്നു. 200 പുള്ളി എടുത്തു. പുള്ളി കുറെ ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. നിന്റെ പേര് പറയാൻ എഴുതിയോണ്ട് മാറാൻ പറ്റത്തില്ല, നീ നേരിട്ട് കോട്ടയത്ത് ലോട്ടറി ഓഫീസിൽ പോയി മാറണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് പോയിട്ട് ലോട്ടറി ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു മാറി. അങ്ങനെയാണ് ഇല്ലില്ല അല്ല അതല്ല ഞാൻ ഫസ്റ്റ് ലോട്ടറി എടുക്കണം. അതാണ് ഞാൻ ആദ്യം എനിക്കല്ലാണ്ട് ലോട്ടറി എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പിന്നെ എന്റെ മനസ്സിൽ ലോട്ടറി കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നു. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ലോട്ടറിക്കാരുടെ ഒരു കാര്യം. ഈ പറഞ്ഞ ഈ ചക്കപ്പഴത്തെ ഈച്ചയായിരിക്കുന്നില്ല, അതിന് എടുത്തു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ വരുമല്ലോ. പിന്നെ നമ്മുടെ പുറകെ ഇങ്ങനെ വരികയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തോണ്ടിരുന്നു. പൈസ അങ്ങനെ പോയോ? ഇല്ല, ഒരുപാട് പൈസ ഒന്നും എടുത്തില്ല. ഞാൻ ഏകദേശം ഒരു വർഷം ഇടയ്ക്ക് ആദ്യം ഫസ്റ്റ് എടുത്ത് അവിടെ ഞാൻ ആ സമയത്ത് കഞ്ഞിക്കുടി ഇല്ല, ഞാൻ കഞ്ഞിക്കുടിയിൽ ഒരു മൊബൈൽ കട നടത്തുമായിരുന്നു ആ സമയത്ത്, കോട്ടയത്ത് കഞ്ഞിക്കുടിയിൽ മൈമോട്ടോ എന്ന പേരിൽ. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ വരുന്ന ലോട്ടറിക്കാരെ പറഞ്ഞ് എടുക്കും. പിന്നെ അത് ശീലമായി. അപ്പൊ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു ലോട്ടറി ഏജന്റ് ആണ് എന്റെ അടുത്ത് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം തലേദിവസം കൊണ്ടുവന്നു ഈ സെറ്റും പിള്ളി ലോട്ടറിയും കൊണ്ട് വെക്കുവാണ്. അപ്പൊ തലേദിവസം ഭയങ്കര തിരക്കുള്ള സമയത്ത് ഈ പുള്ളി ലോട്ടറി കൊണ്ട് വെച്ചു. ഞാൻ എന്റെ പൊക്കി കണ്ട നമ്പറിങ് എടുത്തു, 9668 ലാസ്റ്റ് എടുത്ത് ഞാൻ പാനിന്റെ പോക്കറ്റിൽ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ എന്റെ ഞാനപ്പോ ആ സമയത്ത് ഞാൻ സാർ പറഞ്ഞ പോലെ ദൈവവിശ്വാസം എന്ന ദൈവം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു സമയം. ഞാൻ ഏകദേശം ഒരു ഇല്ല പറയാം സാറേ, ഞാനൊരു 3.5 ലക്ഷം രൂപ കടക്കാരനായിരുന്നു. ആ സമയത്ത് 3.5 ലക്ഷം രൂപ ഞാൻ കടപ്പെട്ട് നിൽക്കും. ഈ കടക്കാർക്ക് മാത്രമേ ലോട്ടറി അടിക്കൂ. പക്ഷേ വളരെ അത്ഭുതം തോന്നുന്ന കാര്യം എനിക്ക് കേട്ടപ്പോ എല്ലാ കടക്കാരും